ഈ തണുപ്പ് കാലത്തും പഴവർഗ്ഗങ്ങൾക്ക് കേരളത്തിൽ പൊള്ളുന്ന വില തന്നെയാണ്. ആപ്പിളും ഓറഞ്ചും മുന്തിരിയും പൈനാപ്പിളും തണ്ണിമത്തനും എല്ലാം വിലക്കയറ്റത്തിൽ മത്സരിക്കുകയാണ്. ആപ്പിൾ വില റോക്കറ്റ് പോലെയാണ്. ചൂടുകാലമാകാൻ ഇനിയും ഒരു മാസത്തോളം ഉണ്ട്. സാധാരണ പഴത്തിനൊക്കെ വില കൂടുന്നത് ഈ വേനൽക്കാലത്താണ്. ഇപ്പോൾ ജനുവരി ആദ്യമാണ്. പഴത്തിനൊക്കെ വില കുറഞ്ഞിരിക്കേണ്ട തണുപ്പ് കാലമാണ്. പക്ഷേ പഴമൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. അതുകൊണ്ട് എന്ത് പറ്റി, 10-25 വർഷമായി പഴക്കട നടത്തുന്നവർക്ക് പോലും പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വിലക്കയറ്റം അങ്ങ് കൊടുമുടിയിലേക്ക് എത്തിയിരിക്കുന്ന ആപ്പിളിൻ്റെ കാര്യത്തിലാണ്. ആപ്പിളിന് വർഷം മുഴുവൻ ഡിമാൻഡാണ്. കിലോ 100 രൂപയായിരുന്നു, അതിപ്പോൾ 220 ചില ആപ്പിൾ ഇനങ്ങൾക്ക് 300 രൂപ കടന്നു. അപ്പോൾ ആപ്പിളിൻ്റെ പ്രശ്നം ആപ്പിൾ ഇന്ത്യയിൽ കിട്ടാനില്ലെന്നാണ് പറയുന്നത്. ആപ്പിൾ എന്താ ഇത് സിമിൽ ആപ്പിളാണ്, ഇത് വില കൂടുതലാണ്. ഇപ്പോഴും 160 രൂപ. സാധാരണ ഈ ആപ്പിൾ വന്നിട്ട് 1 കിലോ 70 രൂപ 80 രൂപയാണ് ഇപ്പോൾ സീസൺ വിൽക്കേണ്ടത്. സാധനം ഇല്ലാത്തതുകൊണ്ട് വില കൂടുതൽ. അത് സ്റ്റോർ ആപ്പിളാണ്. 2 ദിവസത്തിൽ തീർന്നില്ലെങ്കിൽ ഡാമേജ് ആണ്. പിങ്കിലടി ആപ്പിൾ, പിങ്കിലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന സ്ഥലമാണ്. പക്ഷേ 360 രൂപ വിലയാണ് 1 കിലോ. ആപ്പിൾ ഇന്ത്യൻ ആപ്പിൾ ഇല്ല ഈ വർഷം, പുറത്തുനിന്ന് വരുന്ന ആപ്പിളേ ഉള്ളൂ. ഇത് സാധാരണ ഈ ആപ്പിൾ വിൽക്കേണ്ട ഇപ്പോൾ 160 രൂപ വിൽക്കണം. ഈ ആപ്പിൾ ഈറാൻ ആപ്പിൾ ഇന്ത്യൻ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വില 240 രൂപ കിടക്കുന്നത്. അതായത് വാസ്നിക് ആപ്പിളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. കിലോ 350. നേരത്തെ വിറ്റുകൊണ്ടിരുന്നത് 200, 240. അതിന് മേളിൽ പോവില്ല. സാധനമില്ല, വില കൂടുതലാണ്. പഴത്തിനൊക്കെ ഇപ്പം സാധാരണ വില കൂടുതലാണ്. ആപ്പിൾ വാങ്ങിച്ചപ്പോൾ എത്രയായി കിലോ? 1/2 കിലോ വെച്ച് 2 വാങ്ങിച്ചപ്പോൾ ഏകദേശം 300 രൂപയിൽ കൂടുതലായി. കൂടി നിൽക്കുമ്പോൾ അളവ് കുറയ്ക്കേണ്ടി വരും. പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മളല്ലാതെ ഒന്ന് വാങ്ങും. ഓറഞ്ച് ഈ ടൈപ്പ് വന്നിട്ട് നമുക്ക് കിട്ടുന്നത് 85 രൂപ വില വന്നുണ്ട്. നമ്മൾ വിൽക്കുന്നത് 100 രൂപ. ഇനി അടുത്ത സീസൺ തുടങ്ങി. ഇതിന് 2 കിലോ 100 രൂപ വിൽക്കേണ്ട സെൻസ് ഉണ്ട്. മുന്തിരി ഐറ്റങ്ങൾ മക്കിരി ഇതായിരിക്കുന്നു, കിലോ 80 രൂപ. പിന്നെ പച്ച മുന്തിരി കിലോ 200 രൂപ. ഈ കുറയാണെങ്കിൽ ചിലപ്പോൾ 120 രൂപ വിൽക്കാൻ സെൻസ് ഉണ്ടാവും. ഇത് ഇപ്പോൾ വിൽക്കുന്നത് 240 ആണ്. കുറയാണെങ്കിൽ 160 രൂപ വരെ വരാൻ സെൻസ് ഉണ്ട്. ആപ്പിളിനും ഓറഞ്ചിനും മുന്തിരിക്കും എല്ലാം വില കുതിച്ചു വരുമ്പോൾ പഴവർഗ്ഗങ്ങൾ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയവർക്ക് ആശ്വാസമാകേണ്ടത് പൈനാപ്പിളായിരുന്നു. പക്ഷേ പൈനാപ്പിളിൻ്റെ വില ഇരട്ടിയായി. ഇത് സാധാരണ വിൽക്കേണ്ടത് നമ്മൾ 40 രൂപ 45. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30 രൂപയ്ക്ക് കിട്ടണം. കിലോ 70 രൂപ. 70 ചിലയിടത്ത് 80 രൂപ വിൽക്കുന്നുണ്ട്. സാധനങ്ങളില്ല, അതുകൊണ്ട്. തണ്ണിമത്തന് കിലോ 15 രൂപയായിരുന്നു. ഇപ്പോഴത്തെ വില കേട്ടാൽ ഞെട്ടും. ഇത് 1 കിലോ വന്നിട്ട് 20 രൂപ വിൽക്കണം. ഇപ്പോൾ ഇത് വിൽക്കുന്നത് 45. ഇത് കിട്ടേണ്ടത് 8 രൂപ 10 രൂപ. പക്ഷേ ഇപ്പോൾ കിട്ടുന്നത് 24 രൂപ. അപ്പോഴെന്തുവില വിൽക്കണം? 30 രൂപ ഇട്ട് വിൽക്കണം. സാധനം ഇല്ലാത്തതുകൊണ്ട് വില കൂടുതൽ. സാധനം വന്നു കഴിഞ്ഞാൽ വില കുറയും. ആപ്പിളിനും പൈനാപ്പിളിനും മുന്തിരിക്കും എല്ലാം വില കൂടിയപ്പോൾ സാധാരണക്കാരന് ആശ്വാസം പഴമാണ്. അതിൽ തന്നെ വില്ലൻ രസകദളിയാണ്. പഴം ഇപ്പം കൂടിക്കുന്ന രസകളി മാത്രമേ ഉള്ളൂ. ഏത്തന വില കുറവുണ്ട്. രസകളി ശബരിമല സീസണും ഇതൊക്കെ വന്നിട്ട് സ്ഥലം മാറിയിരിക്കും വില. ഇതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ കിലോ 60 രൂപ വരെ വരും. പഴക്കച്ചവടം ചെയ്യുന്നവരുടെ മറ്റൊരു വരുമാനം ഈ സർബത്താണ്. പഴങ്ങളുടെ വില കൂടിയെന്ന് കരുതി സർബത്തിന് ഇവർക്ക് വില കൂട്ടാനാകുമോ? 10 വർഷം കൊണ്ട് ഒരേ വിലയാണത്. ഇത് തീർന്നില്ലെങ്കിൽ വൈകുന്നേരം വേസ്റ്റ് ആണല്ലോ. ഈ തണുപ്പ് കഴിഞ്ഞാൽ വേസ്റ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാളിന് 1000 രൂപ വെച്ച് 4 പേർക്ക് 4000, 1000 കടപാടായി. അപ്പോൾ എത്ര? 5000 രൂപ. അപ്പോൾ നമുക്ക് പിടിച്ചു ചെയ്യാൻ പറ്റത്തില്ല. ഈ ചെറിയ കച്ചവടക്കാരുടെ ബിസിനസ്സുകൾ പൊളിഞ്ഞുകൊണ്ട കാര്യം സർക്കാരാണ്. ഈ സർക്കാർ നമ്മളൊപ്പം ഇല്ലെന്ന് പറയേണ്ട കാര്യം ഈ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് വരുമ്പോൾ ചെറിയ ബിസിനസ്സിലെല്ലാം പൊളിയല്ലേ. സിമില ആപ്പിള്, കാശ്മീർ ആപ്പിൾ, ഇവിടുത്തെ ആപ്പിളൊക്കെ വരേണ്ടതാണ്. ആ ആപ്പിൾ എവിടെ പോയി? അത് ആരെ കയ്യിലാണ് ഇരിക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്യും? ആ സാധനം വന്നാൽ ജനങ്ങൾക്ക് വില കുറവായിരിക്കും. കേട്ടില്ലേ, കാലം തെറ്റിയുള്ള വിലക്കയറ്റം മാത്രമല്ല, വൻകിടക്കാരുടെ കടന്നുവരവും സർക്കാർ ഇടപെടാത്തതും വർഷങ്ങളായി പഴക്കച്ചവടം നടത്തുന്നവരുടെ പോലും നട്ടല്ലൊടിച്ചിരിക്കുകയാണ്. ഇവരെ സർക്കാർ കനിവോടെ തന്നെ കാണണം. ക്യാമറമാൻ രതീഷ് പെൺപകലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.